സാറിന്റെ മെയിൻ ഡ്യൂട്ടി ഇന്ന് മുതൽ ജിംറൂട്ടിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് ഓരോ കൗണ്ടറുകൾ ഇങ്ങനെ ഓരോരുത്തരേക്ക് പോകും, നമ്മുടെ നെഞ്ചത്തേക്കും വരുമല്ലോ. അങ്ങനെ കൗണ്ടർ ഏറ്റ് വാങ്ങുന്ന ആളിലേക്ക് ജിംറൂട്ടിന് ഇങ്ങനെ എന്നെ പോലെ ഇങ്ങനെ അള്ളി പിടിച്ചുകൊണ്ടിരിക്കും. വീട്ടില്ല പിന്നെ അപ്പൊ ഇളക്കണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. നമ്മുടെ നവീൻ ചേട്ടനെ പറ്റിയൊരു പേര് പറയൂ. അതിനാണ് കറക്റ്റ് പേര്, പാപ്പച്ചൻ. പി പാപ്പച്ചൻ നല്ല പേരാ. ഈ പി എന്താ ഇനിഷ്യല്. അച്ഛന്റെ പേര് അച്ഛന്റെ പേരെന്താ? എന്റെ അടുത്ത് ചോദിക്കുന്ന അച്ഛന്റെ പേരൊക്കെ. ബാഹുബലി പാർട്ട് 3 വരികയാണെന്ന് വിചാരിക്കുക. രാജമൗലി സാറ് നേരിട്ട് ഇതുപോലെ അനുവിനെ വിളിക്കുകയാണെന്ന് വിചാരിക്കുക. ആൻഡ് അനുവിന്റെ അടുത്ത് പറയാണ്, അനുവിന് ഏത് ക്യാരക്ടറാണ് വേണ്ടത്, എന്നോട് ചോദിച്ചു, ഞാൻ തരാം. അതിലെത്രയോ കുന്തമുണ്ട്, അതിലൊരു കുന്തം കൊടുത്ത് അവിടെ ലക്ഷദ്വീപിലേക്ക് എന്റെ കുഞ്ഞമ്മരെ ഇളയ മോളെ കല്യാണത്തിന് കപ്പലിൽ പോകുകയായിരുന്നു. ആ സമയത്ത് കാട്ടിലും കോളിലും കെട്ട് കപ്പൽ ഇങ്ങനെ ആടിയതാണ്. പിന്നെ നിന്റെ അപ്പൂപ്പ അവിടെ കടലിന്റെ നടുക്ക് വരമ്പ് കെട്ടി വെച്ചിരിക്കുന്നു. എനിക്കെന്താ ജോലി? എനിക്കൊന്നുമില്ല. നവീന് ഈ കരിയപ്പല ഓരോന്നെടുത്ത് ഇസ്തിരിപ്പെട്ടിട്ട് തേച്ചുണ്ട്. നിങ്ങൾ അവതാറാണെന്ന് അതിനെന്താ തെളിവെന്ന്? നീയാണെന്ന് എന്താണ് തെളിവ്? എനിക്ക് ആധാർ കാർഡുണ്ട്. ഞങ്ങൾക്ക് ആധാർ കാർഡുണ്ട്. ഡയാന നന്നായിട്ട് മോണാക്ട് ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് സത്യമാണോ ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്, സത്യമാണോ അത്? ഞാൻ ഇത് മഹാഭാരതം വായിച്ചപ്പോ ഞാൻ അറിഞ്ഞായിരുന്നു നീ നന്നായിട്ട് മോണാക്ട് ചെയ്യുന്നു. ഈ ചട്നി അങ്കത്തട്ടിൽ നിന്ന് പോണേക്കാള് മുന്നേ ടമാർപടാറിന്റെ ഈ ഒരു വേദി ഒരു കല്യാണ വേദിയാക്കി നമുക്ക് മാറ്റണം. ഉറപ്പായിട്ടും. വിതുര ചേട്ടാ, ഞാൻ മതിയോ? അഞ്ജന ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല. അല്ലെ ഈ വിശപ്പൊക്കെ ഉണ്ട് നേരത്തെ വിഷം കഴിക്കാറില്ല. എന്റെ കുട്ടി എന്റെ കരങ്ങളിലായിരിക്കും സേഫ് ആയിട്ട്. നല്ലതെന്ന് തോന്നുന്നു. പിന്നെ പെറ്റ തള്ളക്കല്ലേ അതിന്റെ വിഷം അറിയാം. നീ തുടക്കത്തിൽ തന്നെ പൊളിക്കാൻ നിൽക്കാനാണ്. എന്നെ അങ്ങനെയാണ് വളർത്തി വിളിച്ചാൽ നമ്മൾ ചെല്ലും. അങ്ങനെയാണ്. അതല്ല, ഇത് പൊളിക്കാൻ നിൽക്കല്ലേ. അതാണ് പരിപാടി തുടങ്ങുന്നപ്പോ പൊളിക്കാൻ നിൽക്കുന്നത്. സസ്പെൻസ് നീ കളയരുത്. നിന്റെ മെയിൻ പരിപാടി തന്നെ. പോ അണ്ണൻ വിളിച്ചോണ്ടല്ലോ. അല്ലല്ല, പോകട്ടെ. എന്താ ചെയ്യാനാ? പാടാ. എന്തിനാണ് വിളിച്ചത്? നിങ്ങൾ എന്നെ എറിയും ഞാൻ നിന്നെ. അണ്ണ നിങ്ങൾ എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ നമ്മൾ വരുന്നത്. നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? എന്താണ് കാര്യം? വിളിക്കുന്നത് നിന്റെ അമ്മമ്മയുടെ വീട്ടിലൂടെ സദ്യ വിളമ്പി വെച്ചിരിക്കുന്നു. വല്ലാത്ത മാങ്ങ എറിഞ്ഞ് താഴെ തള്ളിയിടും പോലെ തള്ളിയിടും. നിങ്ങൾക്ക് എന്തിന്റെ സുഖടെ? എപ്പോഴും നിങ്ങളടുത്ത് തന്നെ ഇരുന്നാ മതിയാ. ആര്? പിതാശ്രീ. നിങ്ങൾ വിചാരിക്കും എന്നെ പാൽക്കഞ്ഞി തന്നിട്ട് ഊഞ്ഞാലിരുത്തി ആട്ടാനെന്നാണ്. വിറകീറാനോ വെള്ളം കോരാനായിരിക്കും. ഒടി വെക്കാൻ പോണ എങ്ങനെ? ഒടി വെക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഒടി വെച്ചിട്ടാ വരും. രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായം കുടിച്ച് ഒരു ബീഡിയും വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഒടി വെക്കാൻ പോകും. ഈ ബെൽറ്റ് കെട്ടിയാണ് ശരിയായിട്ടില്ല. ഇതാ ഇത് ശരിയായില്ലെങ്കിൽ എന്നെ ജാക്കി ചാനെന്ന് വിളിച്ച് വഴക്കൊന്നും പറയാൻ പോകില്ല. അത് അങ്ങനെ ഇരുന്നോട്ട്. എതിരിടാൻ വന്നാ നീ എന്ത് ചെയ്യും? എതിരിടാൻ വന്നോ? എതിരിടാൻ വന്ന അത് നല്ല ചോദ്യം. അത് ഇത് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. എതിരിടാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിന്നിട്ട് ഈ കൈ ഇങ്ങനെ വരും. ഈ കൈ ഇങ്ങനെ വരും. ഇതിങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ പോലെ ഇങ്ങനെ വന്നിട്ട് ഇത് കൂടിച്ചേരും. ഇങ്ങനെ ചേർന്നതിന് ശേഷം പറയും രണ്ട് പിള്ളേരുണ്ട്. ഈ ശമ്പളമൊക്കെ എങ്ങനെ? ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണുങ്ങൾക്കൊക്കെ 2000, പെണ്ണുങ്ങൾക്ക് 2500, ഞങ്ങൾക്കൊക്കെ 900. അല്ല, ഞങ്ങളെ പോലുള്ള കോച്ചുകൾക്കൊക്കെ 900. അങ്ങനെ അല്ല, അങ്ങനെയല്ല. അത് ഞാൻ ഇനിയിപ്പോ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പെനാൽറ്റി ഷൂട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഇങ്ങനെ ബോൾ ഇങ്ങനെ വെച്ചിട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിന്റെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ എപ്പോഴും എടുത്തോണ്ട് തരാൻ പറ്റില്ല. താങ്ക് യു. അതായത് നമ്മൾ ഇങ്ങനെ ഗോൾ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ പെനാൽറ്റി അടിക്കാൻ വേണ്ടി നമ്മൾ ഗോൾ കാര്യം. എക്സ്ക്യൂസ് മീ സർ, പ്ലീസ്. നീ സ്ഥിരം കഴിക്കുന്നോടാ ഈ ഗുളിക? നീ കഞ്ചാവ് വലിക്കുന്നതാണ് കൂട്ടിയിട്ട് കത്തിക്കുന്നതാണത്. അപ്പൊ നമുക്ക് ഒരു ദേവസേനയെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതിന്റെ ഇടയിൽ എത്ര ദേവസേന നിൽക്കുന്നില്ല? ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിപ്പോ ഈ തേങ്ങയാണെങ്കിൽ കുലിക്ക് നോക്കി എടുക്കാൻ. ഇതിലിപ്പോ ഞാൻ ഏതെടുക്കാൻ?